അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കാറിൻ്റെ റിവ്യൂ ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു പുതിയ കാറിൻ്റെ റിവ്യൂ ഒന്നുമല്ല. എൻ്റെ ഒരു ഫ്രണ്ട് അതിനൊരു യൂസ്ഡ് കാർ എടുക്കുവാണ്. അത് നമ്മൾ പെരുമ്പാവൂരിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം അതിൽ നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫോർമാലിറ്റീസ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം, വണ്ടി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അറിവ് വെച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അപ്പോൾ വണ്ടി എന്താണ് അല്ലെങ്കിൽ വണ്ടി ഏതാണെന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കിയിട്ട് വാ. അത് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കുന്ന ആ പ്രോസസ്സും ഒക്കെ കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മൾ എടുത്തേക്കുന്നത് നമ്മുടെ വോക്സ്വാഗൻ്റെ GT TSI ആണ്, അതായത് പോളോ GT. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 2018 മോഡൽ വണ്ടിയാണ്. സ്റ്റില് വാറണ്ടി പീരീഡിൽ കിടക്കുന്ന പ്രോപ്പർലി സർവീസ് ചെയ്ത പുത്തൻ വണ്ടിയിൽ തന്നെ നമുക്ക് പറയാം. 30,000 കിലോമീറ്റർ താഴെ വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെടുത്തപ്പം. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഇപ്പോൾ പുതിയ മോഡൽ വന്നല്ലോ. ഇപ്പോൾ പുതിയ മോഡൽ തമ്മിലുള്ള മാറ്റം എന്തൊക്കെയാണെന്ന് അറിയാം. അതായത് നമ്മുടെ 1.2 ലിറ്റർ, ഇത് വരുമ്പോൾ 1.2 ലിറ്ററാണ്, പുതിയത് വരുമ്പോൾ 1 ലിറ്ററേ ഉള്ളൂ. ഇത് DSG ഗിയർ ബോക്സ് ആണ്, കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. പുതിയത് വരുന്നത് നമ്മുടെ ടോർക്ക് കൺവേർട്ടറാണ്. ഇതിന് 4 സിലിണ്ടർ എഞ്ചിനാണ്, പുതിയതിന് വരുമ്പോൾ 3 സിലിണ്ടർ. പക്ഷേ അവർ അത് ഈ ഒരു പവർ കുറഞ്ഞൊന്നും മനസ്സിലാവാതിരിക്കാനായിട്ട് ഒരു 5 bhp പവർ മാക്സിമം ട്യൂൺ ചെയ്ത് നമ്മുടെ പുതിയ GTക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ട്യൂണബിളാണ്. നമുക്കത് ട്യൂൺ ചെയ്ത് നല്ല രീതിയിൽ പവറിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ പറ്റും. അതാണ് ഈ ഒരു പഴയ മോഡലിൻ്റെ ഗുണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സെക്കൻഡ് ഹാൻഡ് കാറുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്നുള്ള പറയാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 1.5 കൊല്ലം 2 കൊല്ലം പഴക്കമുള്ള വണ്ടിക്ക്, 2 കൊല്ലം പഴക്കമുള്ളെങ്കിൽ പോലും നമുക്ക് ഒരു 2-3 ലക്ഷം രൂപയോളം ലാഭം വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുതിയ വണ്ടിക്ക് 12 ലക്ഷം രൂപയായിരുന്നു. ഇതിപ്പോൾ നമുക്ക് 9 ലക്ഷം രൂപ താഴെയാണ് വണ്ടി കിട്ടിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം നമുക്ക് ശരിക്കും ഇനിയും വണ്ടി കൊടുക്കുന്ന സമയത്താണെങ്കിലും ഇവനെ സംബന്ധിച്ച് ഒത്തിരി ഡിപ്രീസിയേഷൻ വരത്തില്ല. നമ്മളിപ്പോൾ യൂഷ്വലി ചെയ്യുന്ന അങ്ങനെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി മാറാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്, എപ്പോഴും വണ്ടികൾ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സോ നല്ല സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ എടുക്കും. ഞാൻ ഒരിക്കലും പഴവണ്ടി പറയത്തില്ല. ഇതുപോലെ കമ്പനി വാറണ്ടിയിൽ കിടക്കുന്ന പ്രോപ്പർലി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടികൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനായിരിക്കും ഈ ഒരു മോഡലിലുള്ള വണ്ടികൾ എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാറ് എടുക്കുന്ന പ്രോസസ്സിൽ നമ്മൾ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഡീലറെയോ ബ്രോക്കറെയോ ഒന്നും യൂഷ്വലി നമ്മൾ കാണാറില്ല. നമ്മൾ OLX പോലത്തെ നമ്മുടെ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകൾ സെർച്ച് ചെയ്യും, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൊക്കെ സെർച്ച് ചെയ്യും. നമുക്ക് വേണ്ട മോഡൽ അല്ലെങ്കിൽ ഒരു കിലോമീറ്ററൊക്കെ മനസ്സിൽ കണ്ട് നമ്മളതങ്ങ് തപ്പും. നല്ല സമയമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ല വണ്ടികൾ കാണാൻ പറ്റും. ഈ പറഞ്ഞ പോലെ കസ്റ്റമർക്കും ഇപ്പോൾ ഈ ഞങ്ങളെടുത്ത വണ്ടിയുടെ ഓണറാണെങ്കിൽ പുള്ളി അപ്ഗ്രേഡ് ചെയ്യും, പുള്ളി താറിലേക്ക് മാറുക, താർ ഓർഡർ കൊടുത്തു. അതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല വണ്ടികളുണ്ടോ എന്ന് തപ്പുക. നിങ്ങളൊന്ന് തപ്പിയാൽ മതി, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മാക്സിമം ഫാമിലി ആണോ അല്ലെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമർ ആണോ എന്ന് നോക്കുക. കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇടയ്ക്ക് വരുന്ന ബ്രോക്കർ കാശും ആ കാര്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞ് കിട്ടും. വെറുതെ എന്തിനാണ് വേറെ ആൾക്ക് ഇടയ്ക്കുന്ന പൈസ കൊടുക്കുന്നത്? ഈ കമ്പനി വാറണ്ടിൽ കിടക്കുന്ന വണ്ടികളായതുകൊണ്ട് നമുക്ക് ഒത്തിരി പേടിക്കുകയും വേണ്ട, ഒത്തിരി കിലോമീറ്റർ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല, ധൈര്യമായിട്ട് എടുക്കാം. അപ്പോൾ ഇത് എടുക്കാൻ നേരത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യം, ഫസ്റ്റ് തിങ് നമ്മൾ ഓൺലൈനിൽ റിസർച്ച് ചെയ്ത് വണ്ടി കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി പോയി കാണുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഫ്ലഡ് കയറിയ വണ്ടിയാണോ നോക്കുക. അത് നമുക്ക് അടിയിലത്തെ മാറ്റമൊക്കെ പൊക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചെളിയുണ്ടോ, അല്ലെങ്കിൽ ഇടയ്ക്കത്തെ ഈ ചെറിയ സ്ക്രൂവിൻ്റെ തുളയിലൊക്കെ ചെളിയുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് ഈ പറഞ്ഞ പോലെ വെള്ളം കയറിയ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള വണ്ടിയാണോ എന്ന് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് സർവീസ് ഹിസ്റ്ററി എടുക്കാം, അതുപോലെ ഇൻഷുറൻസ് ക്ലെയിം ഹിസ്റ്ററി ഉണ്ടോ എന്ന് നോക്കാം. അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പുറത്തോടെ നോക്കിയേക്കാം. ചെറിയ 1-2 കുഞ്ഞു സ്ക്രാച്ചുകളൊന്നും ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇഷ്യൂസ് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയ റീപെയിൻ്റോ വല്ലതും വന്നിട്ടുണ്ട്, അങ്ങനെ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ആക്സിഡൻറ്റ് വണ്ടിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ചെറിയ തട്ടിനൊന്നും നമ്മൾ വില വെച്ചാനൊന്നും നിൽക്കണ്ട, നല്ല വണ്ടിയായിരിക്കും. അത് വല്ല 10-500 രൂപയ്ക്ക് നമുക്ക് തീരുന്ന കേസേ കാണത്തുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ഡോറൊക്കെ തുറന്ന് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡെൻറ്റ് മീൻസ് ഒരു ഫാക്ടറിയിൽ നിന്ന് വരുന്ന കുറച്ച് മാർക്കുകളുണ്ടല്ലോ, അതൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. വണ്ടിയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഡെൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ, ഇഷ്യൂസ് ഉണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾ 1-2 നോക്കിക്കഴിഞ്ഞുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിക്ക് ഡെൻ്റ് ഉള്ളതാണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളതാണോ എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ അതും കൂടെ നോക്കുക. അത് നോക്കി നമുക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഒരു ടോക്കൺ കൊടുത്തേക്കുക. അങ്ങനെ നമ്മൾ ടോക്കൺ കൊടുത്ത് ബ്ലോക്ക് ചെയ്ത് വണ്ടി
പിന്നെ ഇതിൻ്റെ പേപ്പർ വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു വാഹന ഉടമ്പടി കരാറെന്ന് പറഞ്ഞ് ഈ ആർ ടി ഓഫീസിൽ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻറ്റുമാരുടെ അടുത്തൊക്കെ കിട്ടും. ഒരു പേപ്പറാണ്, അത് 2 എടുത്തേക്കുക. ഒരെണ്ണം നിങ്ങൾ വയ്ക്കുക, ഒരെണ്ണം അതുപോലെ തന്നെ മറ്റേ ആൾക്കും നമ്മൾ മേടിക്കുന്ന ആൾക്കും കൂടെ കൊടുക്കുക. അതിൽ ഇന്ന് തൊട്ട് ഉത്തരവാദിത്തമൊക്കെ നമുക്കാണ് എന്നുള്ള രീതിയിലാണ് കരാറ് വരുന്നത്. ഓക്കെ, അപ്പം അത് സത്യം പറഞ്ഞാൽ ഒത്തിരി ലീഗലി വാല്യുബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗലി അത്രയും വാലിഡ് അല്ല. പിന്നെ പണ്ട് നമ്മൾ ചുമ്മാ ഒരു എഗ്രിമെൻറ്റ് വയ്ക്കുമെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെറിയ വാലിഡിറ്റി ഉള്ളൂ അതിന്. അപ്പോൾ അത് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക, അതാണ് ഫസ്റ്റ് പേപ്പർ വർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ ബുക്കിൻ്റെ പേര് മാറുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് പണ്ടെങ്ങനെയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫ്ലൈൻ ആയിരുന്ന സമയത്ത്, അതായത് മേടിക്കുന്ന ആളുടെ ആർ ടി ഓഫീസിൽ മാത്രമേ നമുക്ക് RC ബുക്ക് മാറാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാനാണ് വണ്ടി മേടിക്കുന്നതെങ്കിൽ എൻ്റെ RC ഓഫീസ് പാലായാണ്. അപ്പോൾ പാലായിൽ എനിക്ക് വണ്ടിയുടെ പേര് മാറ്റാൻ പറ്റത്തുള്ളൂ, ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ. പക്ഷേ ഇപ്പം എല്ലാം ഓൺലൈനാണ്. ഓൺലൈൻ വരുമ്പോഴത്തെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ആർ ടി ഓഫീസിലും നമുക്ക് പേര് മാറാൻ കൊടുക്കാം. അതായത് പെരുമ്പാവൂർ ആർ ടി ഓഫീസിൽ നമ്മുടെ വണ്ടി വിൽക്കുന്ന ആളും കൂടെ വന്ന് നമുക്ക് അവിടെ തന്നെ കൊടുത്ത് ഫീസും അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഫീസൊന്നുമില്ല, 1000 രൂപ താഴെ ഫീസ് വരത്തുള്ളൂ നമ്മുടെ പേര് മാറുന്നതിന്. ഇൻഷുറൻസും അതുപോലെ തന്നെ മാറാൻ പറ്റും. അപ്പോൾ അങ്ങനെ മാറുക, അത് മാത്രമേ പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, ഇപ്പം ഇത് ഓൺലൈനിലേക്ക് വന്നുകൊണ്ട് നമുക്ക് ഭയങ്കര സൗകര്യമാണ്. ഇപ്പോൾ ഈ വണ്ടി നമുക്ക് കൊടുത്തു വിടുമ്പോൾ അവർ പേര് മാറുമോ അല്ലെങ്കിൽ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ആർ ടി ഓഫീസിൽ പോയി നമുക്ക് ആ പ്രോസസ്സ് കംപ്ലീറ്റഡ് ആക്കിയിട്ട് വണ്ടി കൊടുത്ത് വിട്ടാൽ മതി. അപ്പം നമ്മളെ സംബന്ധിച്ചും വേറെ ഇഷ്യൂസോ റിസ്ക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്തെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ തന്നെ കൊടുത്ത് ബുക്കും പേപ്പറും എല്ലാം പേരും ഒക്കെ മാറി തന്നെയാണ് നമ്മൾ കറക്റ്റ് വണ്ടി വീട്ടിലോട്ട് കൊണ്ടുവന്നത്. പിന്നെ എഗ്രിമെൻ്റ് ഉണ്ട്, അതിൻ്റെ എല്ലാത്തിൻ്റെ ഓരോ ഫോട്ടോ കോപ്പി എടുത്ത് ഒന്ന് കയ്യിൽ വെച്ചേക്കാം. പേര് മാറാൻ നേരത്ത് പിന്നെ ആധാറിൻ്റെ, അതായത് മേടിക്കുന്ന ആളുടെ ആധാറിൻ്റെ ഒരു കോപ്പിയും കൂടെ മാത്രമേ ആവശ്യമുള്ളൂ. ഇത്രയേ ഉള്ളൂ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലാതെ വലിയ പ്രോസസ്സോ ഒന്നുമില്ല. ഇതുകൊണ്ട് ഒന്നെങ്കിൽ നമുക്ക് ആർ ടി ഓഫീസിൽ പോവാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഏജൻറ്റിനെ സമീപിച്ചാൽ മതി. 10-200 രൂപ മാത്രമേ അവരുടെ കമ്മീഷനുള്ളൂ. നമുക്ക് വലിയ ഹെക്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പെട്ടെന്ന് തീർന്നോളും. അപ്പം ഇതാണ് ജസ്റ്റ് പറയുന്നൊരു വീഡിയോ, ഒത്തിരി നീട്ടുന്ന വലിപ്പിക്കുന്നൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇതാണ് ശ്രദ്ധിക്കേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഈ അടുത്ത വണ്ടിയുടെ ഫുൾ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ, ഇത് പഴയ മോഡലാണ് എന്നാലും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക, ഞാൻ എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നല്ലൊരു ഫുള്ള് വീഡിയോ ആയിട്ട് ചെയ്ത് ഇട്ടേക്കാം. അപ്പോൾ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം വേണം. വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം ലൈക്കും ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാനത് കമൻറ്റിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.